ഹലോ ഡിയേഴ്സ്, നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്തെത്തി അല്ലേ? ടൈം ടേബിൾ ഒക്കെ വന്നു കഴിഞ്ഞു. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, ഇനിയും പഠിച്ച് തുടങ്ങാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും നമുക്ക് ഇനി വേണ്ടത് ഒരു ഹാർഡ് വർക്ക് അല്ല, പകരം ഒരു സ്മാർട്ട് വർക്കാണ്. അപ്പം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? നമ്മൾ തിയറി പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് കടൽ പോലെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ബട്ട് ഈ കടൽ പോലെ പഠിക്കാനുള്ള സാധനം ഇനി ഇരുന്ന് എല്ലാ ദിവസവും കുറേ സമയം ഇരുന്ന് പഠിക്കാമെന്ന് വെച്ചാൽ ഒരുപക്ഷെ എത്തിത്തീരണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് വേണം? സ്മാർട്ട് വർക്ക് നടത്തണം. എങ്ങനെ നമുക്ക് പഠിക്കാം? ഒന്നാമത്തെ കാര്യം, ഈ തിയറി പേപ്പറുകൾ നമ്മൾ എന്ത് ചെയ്യണം? കുറേ അധികം കണ്ടന്റുകൾ മാക്സിമം നമുക്കൊരു സ്റ്റോറി രൂപേണ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. യെസ്, നമ്മളിപ്പോൾ കുറേ സിനിമകൾ കാണുന്ന ആൾക്കാരല്ലേ? എത്രയോ സിനിമകൾ കാണുന്നു. പക്ഷെ ഇതിലെല്ലാ സിനിമക്കാരെയും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏത് സിനിമ ആയാലും അല്ലെങ്കിൽ എത്ര നാൾ മുമ്പ് കണ്ട സിനിമ ആയാലും നമുക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു കഥയുണ്ട്. സോ സ്റ്റോറീസ് നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ കാലം നിൽക്കാനായിട്ടുള്ളൊരു പവർ ഉണ്ട്. സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ഒരു സ്റ്റോറി രൂപേണ ആക്കിയിട്ട് പഠിക്കുക. അതാണ് ഫസ്റ്റ് തിങ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഇനി ഈ പഠിക്കുന്നതിൽ മാത്രമല്ല കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യം എങ്ങനെ പേപ്പറിൽ പ്രസന്റ് ചെയ്യുന്നു എന്നതിൽ കാര്യമുണ്ട്. ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് പോലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുറേ അധികം തിയറി ഉണ്ട്, കുറേ പോയിന്റ്സ് എഴുതാനായിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊരു ആൻസർ എഴുതുന്ന സമയത്ത് ആദ്യമേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റ്സ് ഒരു ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ വൃത്തിയായിട്ട് വരച്ചു വെച്ചു എന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ ഫ്ലോ ചാർട്ടിൽ എല്ലാ പോയിന്റ്സും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം ആ കണ്ടന്റ് അറിയാമെന്നുള്ള കാര്യം അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എഴുതുന്ന ഓരോ പോയിന്റ്സിനും എക്സ്പ്ലനേഷൻ ഒന്നും വായിക്കാൻ എല്ലാ ടീച്ചേഴ്സും നിൽക്കണമെന്നില്ല. സോ അങ്ങനെയുള്ള സ്മാർട്ട് വർക്കുകളാണ് എന്ത് ചെയ്യുന്നത്? എക്സാമിന് നടത്തേണ്ടത്. സോ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറേ അധികം നേരം ഇരുന്ന് പഠിച്ചു, കുറേ കഷ്ടപ്പെട്ടു എന്നതിലല്ല, പഠിക്കുന്ന കാര്യം എത്ര മനോഹരമായിട്ട് പഠിക്കുന്നു, അത് ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പം ഇനിയുള്ള ടൈം ഈ രീതി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് നേടാം. സൈലം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. സൈലത്തിന്റെ ലൈവുകൾ കൃത്യമായിട്ട് നിങ്ങളും കാണുക.